മക്കളെ, ഇന്ന് നമുക്ക് ബോൺസായി എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. आंगन से गोद कर गमले में लगा देने से पौधे में क्या क्या परिवर्तन हो सकते हैं? ആങ്കൺ സേ ഗോദ്കർ, മുറ്റത്ത് നിന്ന് കുഴിച്ചെടുത്ത് ഒരു ചട്ടിയിൽ മുറ്റത്തു നിന്നും ഒരു ചെടി കുഴിച്ചെടുത്തിട്ട് അത് ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ അതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. പൗധ പ്രകൃതി സേ അലഗ് ഹോത്താ ഹെ, ചെടി പ്രകൃതിയിൽ നിന്ന് വേർപ്പെടുന്നു. ഹവ പാനി ധൂപ് ആദി ഉസ്കോ മിൽനെ മേ കമി ആത്തി ഹെ, അതിന് കാറ്റ്, വെള്ളം, സൂര്യപ്രകാശം മുതലായവ, വായു, വെള്ളം, സൂര്യപ്രകാശം മുതലായവ കുറഞ്ഞ രീതിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് കാറ്റും വായുവും സൂര്യപ്രകാശവും അതിന് വേണ്ട രീതിയിൽ അതിന് ലഭിക്കുന്നില്ല. ഉസ്കി ജഡേ ഫൈൽനെ മേ ജഗഹ് ബി നഹി മിൽത്തി ഹെ, അതിൻ്റെ വേരുകൾക്ക് പടരാൻ ആവശ്യമായിട്ടുള്ള സ്ഥലവും ലഭിക്കുന്നില്ല. വേരുകൾ നന്നായിട്ട് പടർന്ന് കഴിയുമ്പോഴാണ് ചെടിക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റുന്നത് അല്ലേ. അപ്പം അതിന് വേരുകൾക്ക് നല്ല രീതിയിൽ പടർന്ന് ചെടി നന്നായിട്ട് വളരാനുള്ള ഒരു സ്ഥലവും അതിന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ വായു, വെള്ളം, സൂര്യപ്രകാശം മുതലായവ മിതമായ രീതിയിൽ അതിന് ലഭിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ड्राइंग रूम में बोनसाई को अतिथि लोग आश्चर्य से क्यों देखते होंगे? എന്തുകൊണ്ടാണ് അതിഥികൾ ഡ്രോയിങ് റൂമിലെ ബോൺസായിയെ അത്ഭുതത്തോടെ നോക്കുന്നത്? सुंदर गमले में रखे वह प्यारा पौधा ड्राइंग रूम को सजा दिया था, इसलिए अतिथि लोग उसे आश्चर्य से देखते. മനോഹരമായ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ആ മനോഹരമായ ചെടി സ്വീകരണമുറിയെ അലങ്കരിച്ചു. അതിനാൽ അതിഥികൾ അതിനെ അത്ഭുതത്തോടെ നോക്കി. धीरे धीरे मैं बोनसाई में तब्दील हो गई, इससे आपने क्या समझा? പതുക്കെ പതുക്കെ ഞാൻ ഒരു ബോൺസായി ആയി രൂപാന്തരപ്പെട്ടു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ബോൺസായി മേ ड्राइंग रूम में गमले में लगा वह पौधा प्रकृति से अलग होकर धीरे धीरे बड़ा होने लगा. वह बोनसाई के रूप में छोटा पौधा जैसा ही रहा. പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് ഡ്രോയിങ് റൂമിലെ ചട്ടിയിൽ നട്ട ചെടി പതുക്കെ വലുതായി. അത് ഒരു ചെറിയ ബോൺസായി ചെടി പോലെ ആ ചട്ടിയിൽ ഇങ്ങനെ തുടർന്നു. ബോൺസായിക്ക് രൂപമേ ചോട്ടാ പൗധ ജൈസാഹി രഹ, അത് ആ ചട്ടിയിൽ ഒരു ബോൺസായി ചെടിയുടെ രൂപത്തിൽ ഒരു ചെറിയ പൗധ, ചെറിയ ചെടിയായിട്ട് തന്നെ ഇങ്ങനെ തുടർന്നു. നാലാമത്തെ ചോദ്യം, मुझमे लगे फल फूल ने तुम्हें फिर डराया, इससे आपको क्या आशय मिलता है? എൻ്റെ മേലുള്ള പഴവും പൂവും നിങ്ങളെ വീണ്ടും ഭയപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ബോൺസായി മേ ഫൽ और फूल लगे तो वह बड़ा हो जाएगा और जड़ें फैल जाएगी, तब बोनसाई की शोभा नष्ट हो जाएगी, इसलिए मालिक डरता. ബോൺസായി കായ്ക്കുകയും പൂക്കുകയും ചെയ്താൽ അത് വലുതായി വളരുകയും അതിൻ്റെ വേരുകൾ പടരുകയും ചെയ്യും. ഇത് ബോൺസായി ചെടിയുടെ ഭംഗി നശിപ്പിക്കും. ശോഭ നഷ്ട ഹോ ജായിക, അതിൻ്റെ ശോഭ, അതിൻ്റെ ഭംഗി നശിപ്പിക്കും. ഇസ്ലിയെ മാലിക ഡർത്ത, അതിനാലാണ് ഉടമ ഭയപ്പെട്ടത്. അഞ്ചാമത്തെ ചോദ്യം,
गूरे पर बोनसाई की जड़ें और फैल गई का मतलब क्या है? ഗൂരെ പർ ബോൺസായി കാ ജഡേം ഫൈൽ ഗയി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഗൂരെ പറഞ്ഞാൽ ചപ്പു ചവറുകൾക്കിടയിൽ അതിൻ്റെ വേരുകൾ വ്യാപിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. घर के अंदर से बाहर गूरे पर आए बोनसाई को प्रकृति से हवा, पानी और धूप मिलता है. उसकी जड़ें फैलने की जगह भी मिलती है. എന്താണ് ചപ്പു ചവറുകൾക്കിടയിൽ, അതായത് ആ വ്യാപിച്ച വളരെയധികം വിസ്തൃതമായിട്ടുള്ള സ്ഥലത്ത് വേസ്റ്റ് കൂമ്പാരങ്ങൾക്കിടയിൽ പ്രകൃതിയിൽ സ്ഥാനം കിട്ടിയ ചെടിയുടെ മാറ്റം എന്താണ് എന്നാണ് ചോദ്യം. ചെടിച്ചട്ടിയിൽ നിന്നും വീട്ടിൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞ ചെടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഉത്തരം വരുന്നത് घर के अंदर से बाहर गूरे पर आए बोनसाई को प्रकृति से हवा, पानी और धूप मिलता है. उसकी जड़ें फैलने की जगह भी मिलती है. അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്ന ഒരു ബോൺസായി മരത്തിന് സ്വാഭാവികമായിട്ടുള്ള വായു, വെള്ളം, സൂര്യപ്രകാശം മുതലായവ ലഭിക്കുന്നു. അതിൻ്റെ വേരുകൾക്ക് പടരാൻ ആവശ്യമായിട്ടുള്ള സ്ഥലവും ലഭിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഗൂരെ പർ ബോൺസായിക്ക് ജഡേൻ ഫൈൽ ഗയി, അതിൻ്റെ വേരുകൾ വ്യാപിച്ചു എന്ന് പറഞ്ഞത്. ആറാമത്തെ ചോദ്യം, बोनसाई में फल फूल लगने पर मालिक ने उसे गूरे पर क्यों फेंक दिया? ബോൺസായിക്ക് കായ്കളും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഉടമ എന്തിനാണ് അതിനെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്? बोनसाई ड्राइंग रूम को सजाता था. उसमें फल और फूल लगाने में तो वह बड़ा हो जाएगा, तब वह बोनसाई न होगा, इसलिए मालिक ने उसे गूरे पर फेंक दिया है. എന്താണ് മുതലാളി അതിനെ ചവറ്റുകുട്ടയിലേക്ക് എറിയാനുള്ള കാരണം? ഡ്രോയിങ് റൂം അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ബോൺസായി അതിൽ പഴങ്ങളും പൂക്കളും ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ അത് വളരാൻ തുടങ്ങും, അത് വലുതാവും. അത് വലുതാകുന്ന സമയത്ത് അത് ബോൺസായി ആയിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഉടമ അതിനെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത്. कविता से विशेष अर्थ को सूचित करने वाले शब्दों को पहचाने. കവിതയിലെ വാക്കുകൾക്ക് ഒരു പ്രത്യേക അർത്ഥം നൽകുന്ന വാക്കുകൾ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോൺസായി, ആംഗൺ. ബോൺസായി, ആംഗൺ പറഞ്ഞ മുറ്റം. ഗമല, ഡ്രോയിങ് റൂം. ഹസറത്ത്, മൗസം. പൂര, ജഡ്. ഗമല പറഞ്ഞാൽ ചെടിച്ചട്ടി. ഡ്രോയിങ് റൂം, പിന്നെന്താണ്? ഹസറത്ത്, ഹസറത്ത് പറഞ്ഞ ആഗ്രഹം. മൗസം കാലാവസ്ഥ, ഋതു. പൂര പൂർണ്ണത, ജഡ് വേര്. ബോൺസായി കിൻ കിൻ കെ പ്രതീക് ഹോ സക്തേ ഹേ? ബോൺസായി എന്തിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്? प्रकृति से अलग होकर जीने वाले लोगों का और अपनी आज़ादी नष्ट होकर जीने वाले लोगों का प्रतीक हो सकते हैं. എന്തിനെയാണ് ബോൺസായി പ്രതീകമാക്കുന്നത് എന്നാണ് ചോദ്യം. പ്രകൃതിയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നശിച്ചുകൊണ്ട് ജീവിക്കുന്ന, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെയും പ്രതീകമായിരിക്കാം ഇവിടെ ബോൺസായിയെ കവി ചിത്രീകരിച്ചിരിക്കും. പ്രതീകമായിട്ടായിരിക്കാം ബോൺസായിയെ കവി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. 9ാമത്തെ ചോദ്യം, क्या बोनसाई किसी विशेष अर्थ की सूचना देता है? ബോൺസായി എന്ന വാക്കിന് എന്തെങ്കിലും പ്രത്യേക അർത്ഥമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. स्वार्थ के लिए दूसरों की आज़ादी छीनकर रहते लोगों पर व्यंग्य करता है और गुलामी रहने लोगों की परेशानियां बताती है. അതിനെ പ്രത്യേകമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് സ്വന്തം സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന ആളുകളെ
ആക്ഷേപിക്കുകയാണ്, അതായത് പരിഹസിക്കുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുലാമി സഹത്തെ ലോഗോं की പരേശാനിയാൻ ബതാത്തി ഹെ, അടിമത്തം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, കവിതാംശിക ആശയ ലിഖിമെന്നാണ്. തന്നിരിക്കുന്ന കവിതാ ഭാഗത്തിന്റെ ആശയം എഴുതാനാണ് പറഞ്ഞത്. तुमने आंगन से गोद कर मुझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में, हर आने जाने वाला बड़ी हसरत से, हसरत പറഞ്ഞ അത്ഭുതത്തോടു കൂടി, हसरत से देखता है, और धीरे धीरे मैं ബോൺസായി में तब्दील हो गई. ബോൺസായി സുധാ ഉപാധ്യായ്ക്ക്. ഇതാരുടെ കവിതയാണ് ബോൺസായി എന്നത്? ബോൺസായി എന്ന ഈ തന്നിരിക്കുന്ന കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ട ബോൺസായി കവിത ആരുടേതാണ് എന്ന് എഴുതണം. ബോൺസായി സുധാ ഉപാധ്യായ്ക്ക് കവിത ഹെ. ഇതിൽ ബോൺസായി പറയുകയാണ്, മേ ആംഗൺമേ ഗഡീതി, ഞാൻ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ബോൺസായി ആണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. മാലികിനെ മുജെ ഉഗാഡ്കർ, ഉടമ മുതലാളി എന്നെ വേരോടെ പിഴുതെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ഏക് ഗമലാമേ ലഗാദിയ, ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നട്ടു. ഞാനിങ്ങനെ മുറ്റത്ത് സ്വതന്ത്രനായിട്ട് കഴിയുകയായിരുന്ന എന്നെ മുതലാളി ഒരു ദിവസം എന്ത് ചെയ്തു? ചെടിച്ചട്ടിയിലേക്ക് മാറ്റി. ഇസ്സെ ഡ്രോയിങ് റൂം സജാ ദിയ, എന്നെ ഉപയോഗിച്ചിട്ട് ഡ്രോയിങ് റൂം അലങ്കരിച്ചു. മേ ധീരെ ധീരെ ബോൺസായി ബൻ ഗയി, ഞാൻ പതുക്കെ പതുക്കെ ബോൺസായി ആയി മാറി. ആനെ ജാനേ വാലേ സബ് ഖുഷി സെ മുझे देखने लगे, വരുന്നവരും പോകുന്നവരും ഒക്കെ, അതായത് അതിഥികൾ എന്നെ വളരെയധികം, അത് കടന്നു പോകുന്നവർ എന്നാണ് ആനെ ജാനേ വാലോ പറഞ്ഞത്. അതായത് അതിഥികളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിഥികളെല്ലാവരും ഖുഷീസെ മുझे देखने लगे, സന്തോഷത്തോടു കൂടി എന്നെ നോക്കാൻ തുടങ്ങി, സന്തോഷത്തോടെ എന്നെ നോക്കി എന്നാണ് ബോൺസായി ഇവിടെ പറയുന്നത്. അതാണ് ഈ വരികളുടെ ആശയം. അടുത്തത് കവിതാംശിക ആശയ അടുത്ത വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൗസംനെ ഫിർ കറവട്ടിലി മുജ്മേ ലഗേ ഫൽ ഫൂൽനെ തുമേ ഫിർ ഡരായ, അബ് കി തുമനെ മുझे ഉഗാड़ फेंका गूरे पर, आओ देख कर जाओ यहाँ मेरी जड़ें और फैल गई. ആൻസർ നോക്കാം. ബോൺസായി സുധാ ഉപാധ്യായ്ക്ക് കവിത ഹെ. ബോൺസായി സുഭാ ഉപാധ്യായയുടെ കവിതയാണ്. ബോൺസായി കത്തി ഹെ ഋതുയെ ബദൽത്തി, ബോൺസായി പറയുന്നു ഋതുയെ കാലാവസ്ഥ മാറി, ഋതുക്കൾ മാറി. മുജ്മേ ഫൂൽ ഓർ ഫൽ ലഗെ, എന്നിൽ പൂക്കളും കായ്കളും ഉണ്ടാവാൻ തുടങ്ങി. യഹ് ദേക്കർ മാലിക് ഡർ ഗയെ, അത് കണ്ടപ്പോൾ യജമാനൻ ഭയന്നു. ഉനോനെ മുझे ഉഗാഡ്കർ കൂടെ കച്ചറമേ ഫേങ്ക് ദിയ, അദ്ദേഹം എന്നെ പിഴുതെടുത്തിട്ട് ചപ്പുചവറുകളിലേക്ക് വലിച്ചെറിഞ്ഞു, വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് എന്നെ പിഴുത് വലിച്ചെറിഞ്ഞു. അബ് ആക്കർ ദേക്കോ മേരി ജഡേം ഓർ ഫൈൽ ഗയി ഹെ, ഇനി ഒന്ന് നോക്കൂ, എന്താണ്? എൻ്റെ വേരുകൾ വളർന്നിരിക്കുന്നു. അത്രയാണ് നമ്മുടെ ബോൺസായി എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.